പക്ഷേ ഈ ബാദുഷ എന്ന നമ്മുടെ പ്രൊഡ്യൂസർ പോലീസുകാർ നോർമലി ഒരു ആളെ കണ്ട രീതിയിൽ മാറ്റി നിർത്തി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ചു വരുമ്പോൾ പുള്ളി വെളി നിൽക്കുകയായിരുന്നു. പക്ഷെ ഒന്നേ അകത്തോട്ട് പോവുക അല്ലെങ്കിൽ പുറത്തോട്ട് പോവുക എന്നതായിരുന്നു. നമ്മളെ മീഡിയ എങ്ങനെയാണ് റിയാലിറ്റിയെ വളച്ചൊടിക്കുന്നത് എന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് പക്ഷേ ഈ ഒരു ഓൺലൈൻ മീഡിയ, അതായത് പുള്ളിക്ക് ഒരു കണ്ടന്റ് ഉണ്ടാക്കുക എന്നായിരുന്നു പുള്ളിയുടെ മെയിൻ പർപ്പസ്. വ്യക്തിപരമായി ഒരു ടാർഗറ്റ് ചെയ്യപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടോ? ആയിരിക്കാം. മദ്യപിച്ചിട്ട് വന്നത് പ്രശ്നം ഉണ്ടാക്കുന്ന മീഡിയക്കാരനാണ് പല സ്ഥലങ്ങളിൽ. നമ്മൾ ഈ പല സ്ഥലങ്ങളിൽ പുള്ളി നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ എൻ്റെ ജോലി, അതായത് എനിക്ക് തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ജോലിയാണ് കറക്റ്റായിട്ട് പ്രോപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പോലീസ് കയറ്റാൻ നോക്കിയ പ്രൊഡ്യൂസറെ ബൗൺസസ് പിടിച്ച് വെളിയിലാക്കുന്ന രീതിയിലൊരു ഞാൻ പറഞ്ഞത് എന്താ സത്യം എന്താണെന്നുള്ള കാര്യം എന്നാൽ തെളിയപ്പെടും. നമ്മൾ ഈ മീഡിയയിൽ ഇടുന്ന ഔട്ട് മാത്രമേ ആൾക്കാർ കാണുന്നുള്ളൂ. സിറ്റുവേഷൻ എന്താണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ഞങ്ങൾ ഗുണ്ടകളല്ല. ഞങ്ങൾ ഗുണ്ടകളല്ല. അതെ. വളരെ അടുത്താണ് ചേട്ടന്റെ പേര് സോഷ്യൽ മീഡിയയിൽ കേട്ടു തുടങ്ങിയത്. ചേട്ടന്റെ പേരിനൊപ്പം, അതായത് അംബാനെ എന്നുള്ള വിളിക്കൊപ്പം, സ്നേഹത്തോടെ ആൾക്കാർ വിളിക്കുന്നതിനൊപ്പം തന്നെ മറ്റൊരാളുടെ പേര് ഒരു വിവാദം പോലെ കേട്ടു. നമ്മുടെ ഇൻഡസ്ട്രി തന്നെ പ്രമുഖ പ്രൊഡ്യൂസറായ ബാദുഷയുടെ പേരായിരുന്നു. അതെന്താ സംഭവം എന്ന് പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്തായിരുന്നു എന്ന് പറയാമോ? സത്യാവസ്ഥ പറഞ്ഞാല് നമ്മുടെ ലാൽസല എന്ന പരിപാടിയായിരുന്നു. അപ്പോൾ ഒത്തിരി സെലിബ്രിറ്റീസും മിനിസ്റ്റേഴ്സ് വരുന്ന പരിപാടിയായിരുന്നു. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ലാൽ സാറിനെ ഉൾപ്പെടെ ബാക്കി സെലിബ്രിറ്റീസ് ഉള്ള അക്കോമഡേറ്റ് ചെയ്യുക, കൊണ്ടിരുത്തുക ചെയ്യുന്നതായിരുന്നു. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫസ്റ്റ് ലാൽ സാർ വന്നു, ക്യാരവൻ കയറ്റി, പിന്നെ വരുന്ന ഓരോ ആർട്ടിസ്റ്റിനെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ മഴയും പെയ്തു. ഈ മഴ പെയ്ത സമയത്ത് ഓരോ ഗസ്റ്റ് നമ്മൾ കൊണ്ട് സീറ്റിലിരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇരുത്തിയിട്ട് നമ്മൾ തിരിച്ചു പോയ സമയത്താണ് നമ്മൾ മിനിസ്റ്റർ വരുന്നതായിട്ടുള്ള മെസ്സേജ് ഉണ്ടായിരുന്നത്. അപ്പോൾ പോലീസിന് ആ വഴി റൂട്ട് ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പോലീസും ആ ഒരു തിരക്കിലായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ ബാദുഷ എന്ന നമ്മുടെ പ്രൊഡ്യൂസർ ഈ പോലീസുകാർക്ക് അറിയത്തില്ല പുള്ളി പ്രൊഡ്യൂസറാണെന്നോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് ആണോ പുള്ളിക്ക് അറിയത്തില്ല. പോലീസുകാർ നോർമലി ഒരു ആളെ കണ്ട രീതിയിൽ മാറ്റി നിർത്തി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ചു വരുമ്പോൾ പുള്ളി വെളി നിൽക്കുകയായിരുന്നു. അപ്പോൾ പുള്ളീനെ ഞാൻ അകത്തോട്ട് കയറ്റാൻ വേണ്ടി നോക്കി പോലീസ് പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോലീസിന് പറയുന്നുണ്ട്, സാർ അത് പ്രൊഡ്യൂസറാണ്, ഇൻവൈറ്റ് ഗസ്റ്റ് ആണ്, അകത്ത് കയറ്റണം എന്നാണ് ഞാൻ പുള്ളിയത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് പോലീസിന് കൂടുതൽ പ്രഷർ മിനിസ്റ്റർ വരുന്ന വഴി ക്ലിയർ ചെയ്യണം ഉള്ളതുകൊണ്ട് പുള്ളി എൻ്റെ തന്നെ പറഞ്ഞു സൈഡിലോട്ട് മാറി നിൽക്കി സുഭാഷ് എന്ന് പറഞ്ഞു. പിന്നെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് CA പറഞ്ഞു ഒന്നേ നീ അകത്തോട്ട് പോവുക അല്ലെങ്കിൽ പുറത്തോട്ട് പോവുക എന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഓൺലൈൻ മീഡിയ, അതായത് ഒരു നോർമൽ ഒരു മീഡിയക്കാരൻ പുള്ളിക്കാരൻ അകത്ത് കയറാൻ പറ്റിയിട്ടുണ്ടായില്ല. കാരണം ഓൾമോസ്റ്റ് അവർ എന്താ സാറ്റലൈറ്റ് മീഡിയസ് മാത്രമാണ് അവർ പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അകത്ത് സൈഡ്. ബാക്കിയുള്ള മീഡിയസൊക്കെ പുറത്ത് സൈഡ് എടുക്കാനും ബാക്കിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളി കയറാൻ പറ്റാത്തതുകൊണ്ട് പുള്ളിക്ക് ഒരു കണ്ടന്റ് ഉണ്ടാക്കുക എന്നായിരുന്നു പുള്ളിയുടെ മെയിൻ പർപ്പസ്. അപ്പോൾ പുള്ളി നേരെ ടോക്ക് നേരെ തിരിച്ചു. നമ്മളെ മീഡിയ എങ്ങനെയാണ് റിയാലിറ്റിയെ വളച്ചൊടിക്കുന്നത് എന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ്. അതെ, അതായത് ഒരു മീഡിയ കൊണ്ട് ഒരാൾ വളർത്താനും പറ്റും അല്ലെങ്കിൽ ദോഷം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് പുള്ളി തെളിയിക്കാൻ നോക്കിയാണ്. പക്ഷെ അത് ആ മീഡിയ ഇട്ടപ്പം ആൾക്കാർക്ക് എന്താണ് ജെന്യുവിറ്റി അറിയത്തില്ല, എന്താണ് അവിടെ നടന്നതെന്നോ അല്ലെങ്കിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയത്തില്ല. ശരിയും സഹായിക്കാൻ നോക്കിയതാണ്. അല്ല, ഞാൻ എൻ്റെ ജോലി, അതായത് എനിക്ക് തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ജോലിയാണ് കറക്റ്റായിട്ട് പ്രോപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ജോലിക്ക് പകരം ജോലി ചെയ്യാത്ത രീതിയിലാക്കി. അതായത് ഞാൻ ചെയ്ത ജോലി തന്നെ നേരെ തിരിച്ചടിച്ചു. പോലീസ് കയറ്റാൻ നോക്കിയ പ്രൊഡ്യൂസറെ ബൗൺസസ് പിടിച്ച് വെളിയിലാക്കുന്ന രീതിയിലൊരു ടോക്ക് അവിടെ ഉണ്ടാക്കി, ഒരു കമാൻഡ് ഇട്ട് പുള്ളിയാക്കി. പുള്ളി ആക്ച്വലി എൻ്റെ വ്യക്തിപരമായി തീർത്താനാണ് ഞാൻ തോന്നുന്നത്. കാരണം പുള്ളി ഈ വീഡിയോ കിട്ടിയതിൻ്റെ അന്ന് തന്നെ പുള്ളി എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു. ഈ വീഡിയോ ഇട്ട ആൾ എനിക്ക് ഈ വീഡിയോ ഉൾപ്പെടെ എനിക്ക് മെസ്സേജ് അയച്ചു. ഒരു കുറച്ച് മെസ്സേജ് ഇട്ടപ്പോൾ അയച്ചു, നീ ഒരു നോർമൽ 1000 ശമ്പളം മേടിക്കുന്ന ജോലിക്കാരനാണ്, നീ നിനക്കിത് അർഹപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് അയച്ചു. ഞാൻ അതിനെയും പ്രതികരിക്കാൻ നോർമൽ ചിരിച്ചും കളഞ്ഞു. വ്യക്തിപരമായി ഒരു ടാർഗറ്റ് ചെയ്യപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടോ? ആയിരിക്കാം. കാരണം പറയാൻ കാരണം വെച്ചാൽ പുള്ളിക്കാരന് പല സ്ഥലങ്ങളിലും വന്നിട്ട് മദ്യപിച്ച് വരാറുണ്ട്. ഒരു ഈ പറഞ്ഞ മീഡിയക്കാരൻ മദ്യപിച്ചിട്ട് വന്നത് പ്രശ്നം ഉണ്ടാക്കുന്ന മീഡിയക്കാരനാണ് പല സ്ഥലങ്ങളിലും. നമ്മൾ ഈ പല സ്ഥലങ്ങളിൽ പുള്ളി നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു മീഡിയ നമ്മളൊരു പ്രോഗ്രാം കണ്ടന്റ് ചെയ്യുമ്പോൾ അവിടെ ഒഫീഷ്യൽ ക്യാമറമാൻ ഉണ്ടാവും, സോ ഇൻവൈറ്റ് ക്യാമറ മീഡിയസ് ഉണ്ടാവും. സോ അവർക്ക് നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാറുണ്ടാവുക. പക്ഷേ ഈ പുള്ളിക്കാരൻ നോർമലി മീഡിയ ഒരു ട്രിവാണ്ടത്ത് വലിയൊരു മീഡിയ എന്നൊക്കെ പുള്ളി പറഞ്ഞു നടക്കുന്നത്. പുള്ളിക്കാർ ഒരു കാർഡും കൊണ്ട് നമ്മൾ കയറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവൈറ്റ് മീഡിയസ് മാത്രമേ മെമ്പർഷിപ്പ് ഉള്ളൂ. മീൻസ് നമുക്ക് സ്റ്റേജിന്റെ ഫ്രണ്ട് സ്റ്റേജിൽ ഇരിക്കാനുണ്ട്. പുള്ളിക്ക് ഇവിടെ നിന്നാലും ഫ്രണ്ടിൽ നിൽക്കുക, മീഡിയക്ക് ഫുൾ കണ്ടന്റ് കിട്ടുക എന്നുള്ളതാണ് പുള്ളിയുടെ പർപ്പസ്. പക്ഷെ നമുക്കത് അലോട്ട് വയ്ക്കാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ റൂൾസ് നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ പുള്ളിയായി പറഞ്ഞിട്ട് പുള്ളി പലതവണ ചേട്ടനെ ടാർഗറ്റ് ചെയ്ത് ഒരു അവസരം വന്നപ്പോൾ അത് ഉപയോഗിച്ചു എന്നാണ്. ആയിരിക്കാം. കാരണം പുള്ളിനെ പലയിടത്തും നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ബ്ലോക്ക് ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളി തന്നെയാണ് പുള്ളിയുടെ മദ്യപിച്ചിട്ടുള്ള പുള്ളിയുടെ മോശമായിട്ടുള്ള ബിഹേവ്. കാരണം പല മീഡിയക്കാരോടും അടി ഉണ്ടാക്കുക, ചീത്ത വിളിക്കുക, വഴക്കുണ്ടാക്കുക പല സ്ഥലങ്ങളിൽ എൻ്റെ കണ്ണുമ്പിൽ കണ്ടുകൊണ്ട് പലയിടത്തും തരത്തിലുള്ള. അപ്പൊ അങ്ങനത്തെ ഒരു കാറ്റഗറിയാണ് പുള്ളി. അപ്പൊ പുള്ളിയെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത് നമുക്ക് തിരിച്ചൊരു റിവഞ്ച് ചെയ്യുന്നതായിരിക്കാം. നീ ഈ ഫീൽഡിൽ നിൽക്കാൻ പാടില്ലെങ്കിൽ ഞാൻ ആരാണ് നിനക്ക് കാണിച്ചു തരാമെന്നുള്ളതൊക്കെ ആയിരിക്കാം. ആദ്യം ഇത് കണ്ടപ്പോൾ ചേട്ടൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു? ഞാനൊക്കെ ഇത് നോർമലി നമ്മൾ ഇതിനൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്ന ആളല്ല. സോഷ്യൽ മീഡിയ എങ്ങനെ ചേട്ടനോട് റെസ്പോണ്ട് ചെയ്തത്? ചേട്ടൻ്റെ ഇൻസ്റ്റ പേജിലോ? എനിക്ക് ഒത്തിരി പേര്, കാരണം എൻ്റെ ഫ്രണ്ട് സർക്കിൾ വലുതാണ്. എനിക്ക് പല സ്ഥലങ്ങളിലായിട്ട് ഈ വീഡിയോ അയച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടോ ചോദിച്ചു. ഞാൻ കണ്ടു. ഫസ്റ്റ് എനിക്കൊരു വീഡിയോ ഇട്ട് അന്ന് രാത്രി തന്നെ എനിക്ക് വീഡിയോ വന്നായിരുന്നു, ഒരു ഫ്രണ്ട് അയച്ചു തന്നു.
അപ്പോൾ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എന്താ സത്യം എന്താണെന്നുള്ള കാര്യം എന്നാൽ തെളിയപ്പെടും. കാരണം ഇത് വലിയൊരു വിഷയമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ അത് ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം അറിയത്തില്ല, എന്താണ് സംഭവം അറിയത്തില്ല. കാരണം പലവർക്കും പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും സെലിബ്രിറ്റി വരുമ്പോൾ കാണാൻ വരും. അപ്പം നമുക്ക് എല്ലാവരെയും ആ സെലിബ്രിറ്റി കൂടുതൽ ഫോട്ടോ എടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ പലരും നമ്മൾ ബ്ലോക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ വന്നിട്ടുണ്ട്, സാഹചര്യങ്ങൾ. അപ്പോൾ അവർക്ക് ഇത് തോന്നും ഇത് പുള്ളിക്കാരൻ ചെയ്ത് ശരിയായിരിക്കും. കാരണം നമ്മൾ പലരും ബ്ലോക്ക് ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും. കാരണം നമുക്ക് വരുന്ന ഗസ്റ്റിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ്, ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പം അങ്ങനെ കൊണ്ട് ബാക്കി ഇത് ന്യായമാണ് തോന്നിക്കാണും. അപ്പോൾ അത് കുറേ പേര് മോശമായിട്ടൊക്കെ നല്ല രീതിയിൽ കമന്റ് ചെയ്തു. അറിയുന്ന ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് നേരിട്ട് കാണുമ്പം ഹായ് സുഖമാണോ ചോദിക്കുന്ന ആൾക്കാർ പോയിട്ട് മോശമായിട്ട് കമന്റ് ചെയ്തു. അപ്പോൾ ഞാൻ അതിൽ ഫുൾ കമന്റ് കുറേയൊക്കെ വായിച്ചു. പിന്നെ ഞാനങ്ങ് മൈൻഡ് ചെയ്ത് വിട്ടു. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ ബാദുഷ തന്നെ വീഡിയോ ഇട്ടായിരുന്നു, ബാദുഷക്കാരൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വ്യക്തിപരമായി ഒരു ഹേർട്ടിങ് മൊമെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ ലൈഫിൽ? ആക്ച്വലി ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങി 20 വർഷമായി. ഈ ഫീൽഡ് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അതിന്റെ ഫസ്റ്റ് ടൈമാണ് ഒരു നെഗറ്റീവ് ഒരു വീഡിയോ വരുന്നത്. ഫസ്റ്റ് ടൈം വീഡിയോ ആണ്. അപ്പൊ അതിന്റെ ഒരു ഓൾമോസ്റ്റ് ഫസ്റ്റ് ഒരു വീഡിയോ ആർക്ക് വരുമ്പോഴും ഉണ്ടാവുമല്ലോ. കാരണം നമ്മൾ എത്ര നല്ല രീതിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞാലും ഒരു വീഡിയോ വരുമ്പോൾ മോശം വരുമ്പോഴൊക്കെ ഉണ്ടാവില്ല. അത് എല്ലാവർക്കും ഉണ്ടാവും. അതും ഉണ്ടായിട്ടുണ്ട്. ബാദുഷ ഡയറക്റ്റ് വിളിച്ചു എന്ന് പറഞ്ഞു. പുള്ളി എന്താ സംസാരിച്ചേ? അല്ല, ഞാൻ അങ്ങോട്ടാ പുള്ളി വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അപ്പോൾ ബാദുക്കെ ഞാൻ മോശപ്പെടുത്തിയ രീതിയിലൊരു സംഭവം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അങ്ങനെയല്ലല്ലോ നടന്നുള്ള ബാദുക്കിൻ്റെ സംസാരിച്ചു ഇങ്ങോട്ട്. അപ്പോൾ എൻ്റെ പറഞ്ഞത് അതിൻ്റെ ഞാൻ ഒരു വീഡിയോ തരണം. കാരണം എന്താണ് ഞാൻ ചെയ്ത ജോലി ജെന്യൂനിറ്റി എന്താണ് എനിക്കറിയാം, വീഡിയോ തരണം എന്ന് പറഞ്ഞു. ഓക്കെ, വീഡിയോ തരാമെന്ന് പറഞ്ഞു. പക്ഷേ അത് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പുള്ളിയുടെ തന്നെ ഒരു സീരിയലിൻ്റെ ലോഞ്ചിങ് ഉണ്ടായിരുന്നു, പൂജ ഉണ്ടായിരുന്നു. അന്ന് പുള്ളി മീഡിയക്കാർക്ക് മുമ്പ് ചെയ്യുന്നത് മീഡിയക്കാർ ചോദിച്ചു. കാരണം ഇത് ഓൾറെഡി മീഡിയകളിലേക്ക് ചർച്ചയിലായതുകൊണ്ട് മീഡിയക്കാരനെ ചോദിച്ചു ഇതെന്താണ് സംഭവം, എന്താണ് ജെന്യൂൻ ചോദിച്ചു. അപ്പോൾ ഇത് മീഡിയക്കാർ തന്നെ അത് ക്യാച്ച് ചെയ്തായിരുന്നു വീഡിയോ. സോ അത് വെച്ച് ഒത്തിരി പേർക്ക് എത്താൻ പറ്റി എന്താണ് സംഭവം എന്നുള്ള കാര്യം. ചേട്ടന്റെ കരിയറിൽ ഇത് റെഡ് മാർക്ക് ആവുക അല്ലെങ്കിൽ വർക്കിനെ ബാധിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? വർക്കിനെ ബാധിക്കുക കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും ഇത് നെഗറ്റീവ് കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വർക്കിൽ ബാധിക്കുന്ന പ്രശ്നമൊന്നുമില്ല. കാരണം എല്ലാവർക്കും അറിയാം ഇപ്പൊ ഇതിനെക്കാട്ടി മോശമായിട്ട് നടക്കുന്ന സ്ഥലങ്ങളുണ്ട്, സാഹചര്യം പലയിടത്തും പല വീടുകളും കാണുന്നുണ്ട്, പല പല സ്ഥലങ്ങളിലുള്ള ബൗൺസസ് ചെയ്യുന്ന കണ്ടുണ്ട്. പക്ഷെ അവിടത്തേക്ക് സാഹചര്യം എന്താണെന്ന് ആര് സത്യം പറഞ്ഞാൽ എല്ലാവരും ബൗൺസസ് തന്നെ കുറ്റപ്പെടുന്നുണ്ട്. ഗുണ്ടകളൊന്നും അല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് മോശപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഗുണ്ടകളല്ല, ഗുണ്ടകളല്ലേ, നമ്മൾ പലയിടത്തും മോശപ്പെടുന്നുണ്ട് പലരും. പക്ഷെ എന്താണ് അവിടെ നടക്കുന്ന സാഹചര്യം ആരും ഈ കാണുന്ന ആരും മനസ്സിലാക്കുക. നമ്മൾ ഈ മീഡിയയിൽ ഇടുന്ന ഔട്ട് മാത്രമേ ആൾക്കാർ കാണുന്നുള്ളൂ. സിറ്റുവേഷൻ എന്താണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ആ ഒരു പ്രശ്നമാണ് മെയിൻ പ്രശ്നം.